ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇതുവരെ നമ്മൾ 95 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 96-ാമത്തെ ദശകം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 96 ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും. ഈ ദശകത്തിലെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 1. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാരസ്താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യനന്ദഃ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ. അർത്ഥം: ഉരുമഹിമൻ വളരെ മഹത്വമുള്ള ഭഗവൻ, വിശ്വമൂർത്തേ പ്രപഞ്ചസ്വരൂപ, ത്വം അവിടുന്ന്, സാക്ഷാത് പ്രത്യക്ഷമായി കാണുന്ന, പരംബ്രഹ്മ ഏവ ഹി പരബ്രഹ്മം തന്നെയായിരിക്കുന്നു. അക്ഷരാണാം അക്ഷരങ്ങളിൽ വെച്ച്, അകാര അ എന്ന അക്ഷരവും, മന്ത്രേഷു മന്ത്രങ്ങളിൽ, താര താരവും അതായത് ഓങ്കാരവും, രാജ്ഞാം രാജാക്കന്മാരിൽ, മനു മനുവും, അസി അങ്ങാകുന്നു, മുനിഷു മുനികളിൽ, ത്വം അവിടുന്നു, ഭൃഗു ഭൃഗുവും, നാരദ നാരദനും, അപി ആകുന്നു, ദാനവാനാം ദാനവന്മാരിൽ, പ്രഹ്ലാദ പ്രഹ്ലാദനും, പശുഷു പശുക്കളിൽ, സുരഭി ച കാമധേനുവും, പക്ഷിണാം പക്ഷികളിൽ, വൈനതേയ ഗരുഡനും, നാഗാനാം സർപ്പങ്ങളിൽ, അനന്ത അനന്തനും, അസി ആകുന്നു, സ്രോതസാം നദികളിൽ, സുരസരിത് അപി ച സ്വർഗഗംഗയുമാകുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്വം ഹി ബ്രഹ്മൈവ, ബ്രഹ്മൈ അതിൻ്റെ ഉച്ചാരണം നമ്മൾ നിറയെ പഠിച്ചതാണ്. സാക്ഷാത് ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പരം ഉരുമഹിമൻ അക്ഷരാണാം, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ആ കാര അവിടെ വിസർഗം, അകാര. താരോ മന്ത്രേഷു രാജ്ഞാം മനുർ അസി മുനിഷു ത്വം ഭൃഗുർ, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നാരദ അപി ചേർത്ത് ചൊല്ലുമ്പോൾ നാരദോപി. പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി അവിടെ വിസർഗം. പക്ഷിണാം ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ സുരഭി എന്നുള്ളതിൻ്റെ ഭീന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വൈനതേയോ നാഗാനാം അസ്യനന്ദ, അസി അനന്ത അവിടെ വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ അസ്യനന്ദ. സുരസരിത് അപി ച സ്രോതസാം വിശ്വമൂർത്തേ. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാരസ്താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി. പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യനന്ദഃ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ. രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം.
നാസ്ത്യന്തസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. അർത്ഥം: ത്വം അങ്ങ് ബ്രഹ്മണ്യാനാം ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചു ബലി മഹാബലിയും ക്രതുഷു യാഗങ്ങളിൽ ജപയജ്ഞവും അസി ആകുന്നു. വീരേഷു വീരന്മാരിൽ പാർത്ഥ അർജുനനും ഭക്താനാം ഭക്തന്മാരിൽ ഉദ്ധവ ഉദ്ധവനും ബലിനാം ബലമുള്ളവരിൽ ബലം അന്തസ്ഥിരമായ ശക്തിയും ത്വം അവിടുന്ന്. തേജസ്വിനാം തേജസ്സുള്ളവരിൽ ധാമ തേജസ് അസി ആകുന്നു. ത്വദ്വിഭൂതേ അങ്ങയുടെ ഐശ്വര്യത്തിന് അന്ത അവസാനം ന അസ്തി ഇല്ല. വികസദതിശയം വളർന്നുകൊണ്ടിരിക്കുന്ന സർവം എല്ലാ വസ്തുവും ത്വം ഏവ അങ്ങു തന്നെ. ത്വം അങ്ങ് ജീവനാകുന്നു. ത്വം അങ്ങ് പ്രധാനമാകുന്നു. ഇഹ ഈ പ്രപഞ്ചേ പ്രപഞ്ചത്തിൽ ഭവധൃതേ അങ്ങയെ വിട്ട് യത് യാതൊന്ന് ഉണ്ടെന്നു തോന്നുന്നുവോ തത് അത് കിഞ്ചിത് ന അല്പം പോലുമില്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ബ്രഹ്മണ്യാനാം ബ്രഹ്മ മഹ എന്നാണ്. ബ്രഹ്മണ്യാനാം ബലി സ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി ജപയജ്ഞ അസി ചേർത്തിട്ടാണ് ജപയജ്ഞോസി. വീരേഷു പാർത്ഥോ ഥോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭക്താനാം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഉദ്ധവ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സ്ത്വം ബലം അസി ബലിനാം ധാമ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തേജസ്വിനാം ത്വം ന അസ്തി അന്ത ചേർത്തിട്ടാണ് നാസ്ത്യന്ത. സ്ത്വത് വിഭൂതേർ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വികസത് അതിശയം വസ്തു സർവം ത്വം ഏവ ത്വം ജീവ സ്ത്വം പ്രധാനം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. യത് ഇഹ യദിഹ ഭവത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഋതേ തത് ന കിഞ്ചിത് പ്രപഞ്ചേ. കിഞ്ചിത് ഞ്ച ഞ ച എന്നാണ്. അതേപോലെ പ്രപഞ്ചേ ഞ ച എന്നാണ്. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. മൂന്നാമത്തെ ശ്ലോകം. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈഃ സന്ധ്യജന്തോ ലഭന്തേ. സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകമഖിലപദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. അർത്ഥം: ശ്രുതിപഥവിഹിതം ശ്രുതികളിൽ വിധിച്ചിരിക്കുന്ന വർണ്ണാശ്രമാണാം വർണ്ണാശ്രമങ്ങളുടെ ധർമ്മം ധർമ്മത്തെ ഭക്തിയോടുകൂടി ത്വത്പരത്വേന അങ്ങയിൽ സമർപ്പിച്ചു കുർവന്ത വേണ്ടതുപോലെ ചെയ്യുന്നവർ അന്ത മനസ്സിൽ വിരാഗേ രോഗമില്ലായ്മ ശനകൈ പതുക്കെ വികസതി വളരുമ്പോൾ സന്ധ്യജന്ത അവയെ വേണ്ടെന്നു വെച്ചു സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകം സത്തയും ജ്ഞാനവും ആനന്ദവും രൂപമായത് ഭിന്നേഷു വേർപെട്ടിരിക്കുന്ന അഖില പദാർത്ഥേഷു എല്ലാ വസ്തുക്കളിലും അഭിന്നം
ഭേദമില്ലാതിരിക്കുന്നതും നിർമൂലം ഹേതുവില്ലാത്തതും വിശ്വമൂലം പ്രപഞ്ചകാരണവും വിശുദ്ധ പരിശുദ്ധവുമായ അഹമിതി ഞാൻ എന്നു ത്വദ്വിബോധം അങ്ങയെക്കുറിച്ചുള്ള ബോധം ലഭന്തേ കിട്ടുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ധർമ്മം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. വർണ്ണാശ്രമാണാം ശ്രുതിപഥ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിഹിതം ത്വത്പരത്വേന ഭക്തിയ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കുർവന്ത അന്തർ ചേർത്ത് ചൊല്ലുമ്പോൾ കുർവന്തോന്തർ വിരാഗേ വികസതി ശനകൈ. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സന്ധ്യജന്തോ എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം വിസർഗമില്ലാതെ. ലഭന്തേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സത്താസ്ഫൂർത്തി ഫു എന്നുള്ളത് പാപ്പ രണ്ടാമത്തെ ഭ എന്നാണ്. നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. പ്രിയത്വാത്മകം അഖില ഖി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. പദാർത്ഥേഷു ഥേ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭിന്നേഷു അഭിന്നം ചേർത്ത് ചൊല്ലുമ്പോൾ ഭിന്നേഷു അഭിന്നം ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. 2 സ്ഥലത്തുണ്ട് ഭീന്ന്. രണ്ടും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിർമൂലം വിശ്വമൂലം പരമം അഹം ഇതി ത്വത് വിബോധം ധം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിശുദ്ധം ധം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്തിയാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തേ. സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷു അഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. 4-ാമത്തെ ശ്ലോകം. ജ്ഞാനം കർമാഭി ഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ. സക്താനാം കർമ്മയോഗ ത്വയി ഹി വിനിഹിതോ യേ തു നാന്ത്യന്തസക്താഃ നാപ്യത്യന്തം വിരക്താഃ ത്വയി ച ധൃതരസാഃ ഭക്തിയോഗോ ഹ്യമീഷാം. അർത്ഥം: ഇഹ ഈ ലോകത്തിൽ ജ്ഞാനം ആത്മജ്ഞാനം, കർമ്മ വർണ്ണാശ്രമ ധർമ്മ കർമ്മങ്ങൾ, ഭക്തി ഭഗവത് ഭക്തി, ത്രിതയം അപി ഈ 3ഉം ഭവത് പ്രാപകം അവിടുത്തെ പ്രാപിക്കാനുള്ള ഉപായങ്ങളാണ്. തത്ര താവത് ഇഹ അവയിൽ ഇവിടെ ആദ്യമായി, അശേഷേ എല്ലാ, വിഷയേ വിഷയത്തിലും, നിർവിണ്ണാനാം വിരക്തി വന്നവർക്ക്, ജ്ഞാനയോഗേ ജ്ഞാനയോഗത്തിൽ, അധികാരം ഭവേത് ഉണ്ടാകും, സക്താനാം ആസക്തന്മാർക്ക്, ത്വയി അങ്ങയിൽ, വിനിഹിത ഹി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു, കർമ്മയോഗം ആകാം, യേ തു യാതൊരുത്തനാകട്ടെ, അത്യന്തസക്ത ന അത്യധികം ആസക്തന്മാരല്ലാത്ത, അത്യന്തം വളരെയേറെ, വിരക്ത അപി ന വിരക്തന്മാരാകാതെയിരിക്കുന്നുവോ, ത്വയി അങ്ങയിൽ, ധൃതരസ ച ഭക്തിയുള്ളവരായി വർത്തിക്കുന്ന, അമീഷാം ഹി അവർക്കാണ്, ഭക്തിയോഗം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ജ്ഞാനം കർമ്മ അപി കർമാപി ഭക്തി ത്രിതയം ഇഹ ചേർത്ത് ചൊല്ലുമ്പോൾ ഭക്തിസ്ത്രിതയമിഹ. സ്ത്രീ അത് ചേർത്ത് ചൊല്ലുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ത്രിതയം എന്നാണ് ആ വാക്ക്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭവത് ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രാപകം തത്ര താവത്. നിർവിണ്ണാനാം അശേഷേ വിഷയ ഇഹ ഭവേത്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജ്ഞാനയോഗേ അധികാര അവിടെ ചേർത്ത് ചൊല്ലുമ്പോൾ ജ്ഞാനയോഗേധികാര. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗം. സക്താനാം കർമ്മയോഗ അവിടെയും വിസർഗമുണ്ട്. ത്വയി
ഹി അവിടെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സ്തൊയി അങ്ങനെ ചൊല്ലിയാൽ മതി, വിസർഗമില്ലാതെ. വിനിഹിതോ യേ തു ന അത്യന്തസക്താ നീട്ടിയിട്ട് വിസർഗം. ചേർത്ത് ചൊല്ലുമ്പോൾ നാത്യന്തസക്താ. ന അപി അത്യന്തം ചേർത്ത് ചൊല്ലുമ്പോൾ നാപ്യത്യന്തം. വിരക്താ ഇവിടെ നീട്ടിയിട്ട് വിസർഗം. ത്വയി ച ധൃതരസാ നീട്ടിയിട്ട് വിസർഗം. ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭക്തിയോഗോ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഹി അമീഷാം ചേർത്ത് ചൊല്ലുമ്പോൾ ഹ്യമീഷാം. ജ്ഞാനം കർമാപി ഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാര. സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താ ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം. അടുത്തത് 5-ാമത്തെ ശ്ലോകം. ജ്ഞാനം ത്വദ്ഭക്തതാം വാ ലഘുസുകൃതവശാത് മർത്യലോകേ ലഭന്തെ തസ്മാത് തത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാകഗോ നാരകോ വാം. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധി പോദായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരും അനുഗുണവാദായിതസ്താരയേഥാ. അർത്ഥം: ഭഗവൻ അല്ലയോ ഭഗവൻ, ജ്ഞാനം ആത്മജ്ഞാനമോ, ത്വദ്ഭക്തതാം അങ്ങയിലുള്ള ഭക്തിയോ, സുകൃതവശാത് പൂർവജന്മ സുകൃതത്താൽ, മർത്യലോകെ മനുഷ്യലോകത്തിൽ, ലഘു വേഗം, ജനങ്ങൾ ലഭന്തെ നേടുന്നു, തസ്മാത് അതിനാൽ, നാകക സ്വർഗത്തിലുള്ളവനും, നാരക വ നരകത്തിലുള്ളവനും, തത്രൈവ മനുഷ്യലോകത്തിൽ തന്നെ, ജന്മ ജനനം, സ്പൃഹയതി കൊതിക്കുന്നു, ദൈവാത് ഭാഗ്യവശാൽ, ഭവജലനിധി പോദായിതേ സംസാരസമുദ്രം കടക്കാൻ കപ്പലായിട്ടുള്ള, മർത്യദേഹേ മനുഷ്യദേഹത്തിൽ, ആവിഷ്ടം കടന്നുകൂടിയിരിക്കുന്നവനായ, മാം തു എന്നെയാകട്ടെ, ഗുരും ആചാര്യനെ, കർണധാരം കടത്തുകാരനാക്കി, കൃത്വ തീർത്തിട്ട്, ത്വം ഭഗവാൻ, അനുഗുണവാദായിത അനുകൂലമായ കാറ്റായി തീർന്നു, താരയേഥ അക്കരെ കടത്തണം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജ്ഞാനം ത്വത് ഭക്തതാം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വാ ലഘു ഖു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സുകൃത വശാത് മർത്യലോകേ ലഭന്തെ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തസ്മാത് അത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നാകഗോ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ക ഗ എന്നാണ് അക്ഷരം. നാകഗോ നാകം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം വരുന്നത്. നാകഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാത് ഭവ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജല നിധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. പോദായിതേ മർത്യദേഹേ ത്വം കൃത്വ കർണധാരം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഗുരും അനുഗുണ വാദായിത സ്താരയേഥാ നീട്ടിയിട്ട് വിസർഗം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജ്ഞാനം ത്വദ്ഭക്തതാം വാ ലഘുസുകൃതവശാത് മർത്യലോകേ ലഭന്തെ തസ്മാത് തത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാകഗോ നാരകോ വാ. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധി പോദായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരും അനുഗുണവാദായിതസ്താരയേഥാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ
ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.